ഗുരുദേവന്റെ ധർമ്മത്തിന്റെ പഠിതാക്കളായി തുടർന്ന് ഗുരുദേവന്റെ പല സ്ഥാപനങ്ങളും സന്ദർശിക്കുന്നു എന്നറിയുന്നതിലും വലിയ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ദീർഘമായി നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യമില്ല, കാരണം നിങ്ങളെല്ലാം പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ പരമ ദൈവമാണ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ യേശുക്രിസ്തുവിനെ അവരുടെ പരമ ദൈവമായി സ്വീകരിച്ചിട്ടുണ്ടോ, അതുപോലെ അതിനും അപ്പുറത്ത് ഗുരുദേവനെ പരമ ദൈവമായി ഭജിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഗുരുദേവനെ കുറിച്ച് പല പല സങ്കല്പങ്ങളും വെച്ചു പുലർത്തുന്നവരും, ഗുരുദേവൻ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്, ഒരു സാമൂഹിക വിപ്ലവകാരിയാണ്, പരിഷ്കർത്താവാണ്, സ്വതന്ത്ര ചിന്തകനാണ്, ആദ്യമൊക്കെ അമ്പലങ്ങളുണ്ടാക്കി ഇനി പള്ളിക്കൂടങ്ങൾ മതി എന്ന് പറഞ്ഞ ആളാണ്, കളവ് അടുത്ത് കണ്ണാടി വെച്ച ആളാണ്. ഇങ്ങനെയൊക്കെ ഓരോ ആളുകൾ ഓരോ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടക്കും. പക്ഷെ നമ്മൾ ഗുരുദേവനോടൊപ്പം ജീവിച്ച മഹാകവി കുമാരനാശാൻ, ശിവലിംഗ സ്വാമി, ബോധാനന്ദ സ്വാമി, അങ്ങനെയുള്ള മഹാത്മാക്കൾ ഗുരുദേവന്റെ കൂടെ ജീവിച്ച് ഗുരു ആരാന്ന് മനസ്സിലാക്കി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുദേവൻ അവിടുത്തെ കൃതികളിൽ അവിടുന്ന് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണൻ അവതാര പുരുഷനാണെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു, ക്രിസ്തു ദൈവപുത്രനാണെന്ന് ബൈബിളിൽ പറയും, നബി ദൈവദൂതനാണെന്ന് ഖുർആനിൽ പറയും. ഗുരുദേവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർ ധാരാളം. ഗുരുദേവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗുരുദേവൻ ആരാണ്, ഗുരുവിൻ്റെ സ്വരൂപം എന്താണെന്ന് ഗുരുദേവൻ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അങ്ങനെ പഠനത്തിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അറിയത്തില്ല, കിട്ടിയിട്ടില്ല. ഗുരുദേവൻ ആത്മവിലാസം എന്ന കൃതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമ്മുടെ ദൈവം ഒരു നിസ്തരംഗ സമുദ്രമാകുന്നു, നാം ആ സമുദ്രത്തിലെ തരംഗമാകുന്നു, നാം ഇതാ ദൈവത്തോടടുക്കുന്നു, നാം ഇതാ ദൈവമായിരിക്കുന്നു, നാം ഇതാ ദൈവം മാത്രമാണ്. ഇത് ഗുരുദേവൻ തൃക്കൈകൾ എഴുതിയ ആത്മവിലാസം എന്ന കഥയിലെ വരികളാണ്. ഗുരുദേവൻ എന്തെങ്കിലും നേടാൻ വേണ്ടി എഴുതി വെക്കുന്നതാണ്, അഹംഭാവം കൊണ്ട് എഴുതുന്നതാണ്. ഗുരുദേവൻ അനുഭവിച്ചറിഞ്ഞ ദൈവീകത, ഈശ്വരീയതയെ ഗുരുദേവൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഗുരുദേവൻ സാക്ഷാൽ ഈശ്വരൻ, ദൈവത്തിൻ്റെ അവതാരമാണെന്നല്ല, ദൈവത്തിൻ്റെ പുത്രനാണെന്നല്ല, ദൈവത്തിൻ്റെ ദൂതനാണെന്നല്ല, അതിനും അതീതമായി സാക്ഷാൽ ദൈവം തന്നെയാണെന്ന് ഗുരുദേവൻ വെളിപ്പെടുത്തി. അതാണ് നാം അറിയേണ്ടതും പഠിക്കേണ്ടത്. അപ്പോൾ ഗുരുദേവന് മുമ്പിൽ ദൈവമില്ലേ, ഗുരുദേവനെയും സൃഷ്ടിച്ച ദൈവമില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നല്ല കാര്യക്ഷമമായി പഠിക്കണം. അതിനാണ് ഗുരുദേവന്റെ കൃതികൾ. കുമാരനാശാൻ ഗുരുദേവനോടൊപ്പം ജീവിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്താ പറഞ്ഞത്? നേരാം വഴി കാട്ടും ഗുരുവല്ലോ നല്ല ദൈവം. ആ ദൈവം എന്ന് പറഞ്ഞാൽ പരമമായ ദൈവം, അതിനപ്പുറത്ത് വേണമെന്നില്ല. ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും മറ്റു ദേവീദേവന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ ധാരാളം ആളുകളെ ഈ ദേവീദേവന്മാരെയൊക്കെ പൂജിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ ഗുരുദേവന്റെ ഒരു വെച്ച് കൊണ്ടുപോകും. പൂജാമുറി നിറച്ച് ദേവീദേവന്മാരെയൊക്കെ വെച്ചിട്ടൊരു മൂലയ്ക്ക് ഗുരുദേവന്റെ ഫോട്ടോയും വെച്ച് പൂജിക്കുന്നവരാണ് നിങ്ങളിൽ 90%. ക്രൈസ്തവരോ അവരുടെ യേശുവിനെ മാത്രമേ അവർ ഭരിക്കൂ. അവരെ നമ്മുടെ അമ്പലത്തിൽ വന്ന് ഭരിക്കുന്നില്ല, വേറെ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകാറുണ്ട്, വേറെ ഒരിടത്തും ഒരു പോകാറില്ല. അവരെ യേശുവിനെ തന്നെ ശരണാഗതി പ്രാപിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാം വളർച്ചു. മുസ്ലിമിന് ഒരേപോലെ വളർച്ചു. നമുക്ക് ആ വളർച്ച കൈവരിക്കുവാൻ സാധിക്കാതെ പോയത്
നമുക്ക് ഗുരുദേവനിൽ പ്രഗാഢമായ ഭക്തി, ഗുരുദേവനോട് അല്പം ചില ഭക്തിയും വിശ്വാസമൊക്കെ ഉണ്ട്. ഗുരുദേവനേക്കാൾ കൂടുതൽ ഭക്തി പലർക്കും ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും ദേവീദേവന്മാരിലുമാണ്. അതിൻ്റെയൊക്കെ പിന്നാലെ ഓടുക. അതിൻ്റെ ഇടയ്ക്ക് ശിവഗിരിയിൽ ഒന്ന് പോകും, ഗുരുമന്ദിരത്തിൽ ഒന്ന് പോകും. അതല്ല ഭക്തിയും വിശ്വാസവും. ഗുരുദേവനിൽ ശരണാഗതരാണ്. ഗുരുദേവൻ തന്നെ പരമമായി ദൈവം ഒന്ന് മനസ്സിലാക്കും. നമ്മൾ പ്രാർത്ഥന ആദ്യം ചൊല്ലുമ്പോൾ ആദ്യം ചൊല്ലുന്നത് എന്താണ്? ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരുദേവനാണ്, ശിവനാണ്, ഗുരു ലക്ഷ്മിയാണ്, പാർവതിയാണ്, സരസ്വതിയാണ്, വിഷ്ണുവാണ്, സുബ്രഹ്മണ്യനാണ്, ഗണപതിയാണ്. ഇതെല്ലാം അതീതമായി ഗുരു സാക്ഷാത് പരബ്രഹ്മ. ദേവീദേവന്മാർക്കെല്ലാം അതീതമായ പരബ്രഹ്മമാണ് ഗുരു. ഇത് ചുമ്മാ ചൊല്ലാൻ വേണ്ടിയുള്ളതാണ്. നാം എടുത്ത് ഇങ്ങനെ ചൊല്ലിയിട്ടാണ് ഗുരുദേവ അമ്മ ദൈവത്തെ കാണട്ടെന്ന് പറഞ്ഞിട്ട് ഓടുന്നത്, അല്ലേ? ഇത് ചൊല്ലാൻ വേണ്ടിയല്ല, അല്ല, ചൊല്ലുന്നതിനപ്പുറം ജീവിതത്തിന്റെ പാഠമായി മാറ്റിയെടുക്കും. അപ്പൊ ഗുരുദേവനിൽ സമ്പൂർണ്ണം ശരണാഗതരായി ഗുരുദേവനെ പരമമായി ഭജിക്കുന്ന ഭക്തരായി നിങ്ങൾ മാറണം. ഗുരുദേവന് അപ്പുറത്ത് മറ്റേ ഈശ്വരൻ നമുക്കില്ല എന്നുള്ള ദൃഢബോധത്തിലെത്തണം. ഇപ്പോൾ അതിന് നാം എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഗുരുദേവനെ കുറിച്ചുള്ള പഠനക്കുറവാണ് കാരണം. അതിന് ഗുരുദേവന്റെ കൃതികളും ജീവിതവും ഒക്കെ നല്ലവണ്ണം വായിച്ചു പഠിച്ചാൽ നാം പിന്നെ ഒരിടത്തും പോകില്ല. ഗുരുദേവനിൽ സമ്പൂർണ്ണം ശരണാഗതരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ഗുരുദേവനെ കുറിച്ചുള്ള ഏതെങ്കിലും സ്ഥാപനം ഉണ്ടാകും, ഗുരുമന്ദിരങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളായിരിക്കും ഗുരുദേവൻ്റെയോടോ ഗുരുദേവ പ്രസ്ഥാനത്തിനോടോ. അവിടെയൊക്കെ പോകുക, ഭജിക്കുക. ഭജിക്കുമ്പോൾ എപ്പോഴും ഗുരുദേവനെ തന്നെ ദൈവമായി ഭജിക്കുക. പിന്നെ വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ശിവഗിരി പോവുക. ശിവഗിരിയിൽ 1-2 ദിവസമെങ്കിലും താമസിക്കുക. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഗുരുഭക്തരായി ചെറുപ്പം തൊട്ടേ വളർത്തിയെടുക്കുക. ഇതിലൊക്കെ ആയിരിക്കണം നിങ്ങൾക്കെല്ലാം ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കേണ്ടതെന്ന് നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധിയും ദാരിദ്ര്യ ദുഃഖ ദുരിത രോഗ നിവൃത്തിയും സന്തോഷഭരിതമായ കുടുംബജീവിതവും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും മംഗളങ്ങൾ ആശംസിച്ചു.